ഇന്ന് കേരള നിയമസഭയിലെ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടയിൽ BJP വധം അരങ്ങേറുന്നതാണ് നാം കണ്ടത്. അത് തുടങ്ങിവെച്ചത് ഭരണപക്ഷത്തെ MLA ആയ VT ബൽറാം ആണെങ്കിൽ അത് അവസാനിപ്പിച്ചത് പ്രതിപക്ഷത്തു നിന്നുള്ള മുഹമ്മദ് റിയാസാണ്. VT ബൽറാമിന് 12 മിനിറ്റാണ് സ്പീക്കർ അനുവദിച്ചു കൊടുത്തത്. അതിൽ സ്വാഭാവികമായിട്ടും നന്ദിപ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് ഗവർണർ നടത്തിയ നയപ്രഖ്യാപനത്തിലെ പ്രസംഗത്തെ അഭിനന്ദിച്ചുകൊണ്ട് സർക്കാരിൻ്റെ നയങ്ങളെയൊക്കെ തന്നെ പുകഴ്ത്തിക്കൊണ്ടാണ് VT ബൽറാം സംസാരിച്ചത്. പിന്നീട് അത് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു ശക്തമായ വിമർശനമായിട്ട് മാറി. നിലവിൽ 26 അംഗങ്ങളിലേക്ക് CPM ചുരുങ്ങിയിരിക്കുന്നു. ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വരെ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു, എന്നാൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി, ആശ്വാസമായി. അദ്ദേഹം ആ പദവിയിൽ ഇനിയും വിജയകരമായിട്ട് അവിടെ തുടരട്ടെ, അതാണ് തങ്ങൾക്ക് സന്തോഷം എന്നാണ് ബൽറാം പരിഹാസത്തോടുകൂടി പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങളുണ്ട്, വളരെ പ്രസക്തമായ ചില കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. CPM ഇനിയും ഈ പരാജയത്തിൽ നിന്നും പാഠങ്ങൾ പഠിച്ചില്ലെങ്കിൽ അത് വലിയ തിരിച്ചടി അവർക്കുണ്ടാക്കും. നിങ്ങളുടെ സമീപനത്തിൽ മാറ്റമുണ്ടാക്കണം, അതുണ്ടായില്ലെങ്കിൽ കേരളത്തിന് മൊത്തത്തിൽ അപകടകരമാകുമെന്ന മുന്നറിയിപ്പ് ബൽറാം നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് മുൻപില്ലാത്ത ചില ഭീഷണി ഉയർന്നു വന്നിരിക്കുകയാണ്. ഈ സഭാതലത്തിൽ അടക്കം അതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായ ജനാധിപത്യത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കണം. നിങ്ങൾ നിന്ന് ചോർന്നുപോയ ജനപിന്തുണ തിരിച്ചു പിടിക്കാനുള്ള എളിയ പരിശ്രമമെങ്കിലും നിങ്ങൾ നടത്തണം എന്നാണ് VT ബൽറാം CPMന് നൽകുന്ന ഉപദേശം. അതിൽ അദ്ദേഹം പറയുന്ന ഒരു ഭീഷണി, മുൻപില്ലാത്ത ചില ഭീഷണി സഭാതലത്തിൽ ഉയർന്നു വന്നിരിക്കുകയാണ് എന്നത് വളരെ വ്യക്തമായ വിമർശനമാണ്. കാരണം ഇത്തവണ സഭയിൽ BJPക്ക് 3 അംഗങ്ങളാണ് ഉള്ളത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരള നിയമസഭയിൽ BJPക്ക് 3 അംഗങ്ങൾ ഉണ്ടാകുന്നത്. മുൻപ് 2016 ആണ് അവർ ആദ്യമായിട്ടൊരു അംഗത്തെ വിജയിപ്പിക്കുന്നത്. അത് രാജഗോപാൽ ആയിരുന്നു. എന്നാൽ 2021 ആ അക്കൗണ്ട് അവിടെ പൂട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ ഈ 2026 എത്തുമ്പോൾ നേമത്തിനും പുറമെ കഴക്കൂട്ടവും കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരും ഉൾപ്പെടെ വിജയിച്ചുകൊണ്ട് 3 MLA മാരുമായിട്ടാണ് BJP ഇത്തവണ സഭയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അക്കാര്യമാണ് VT ബൽറാം ചൂണ്ടിക്കാട്ടുന്നത്. മുൻപില്ലാത്ത ചില ഭീഷണി സഭയിൽ ഉയർന്നു വന്നിരിക്കുന്നു. അതിനെ പ്രതിപക്ഷം ഗൗരവത്തോടു കൂടി കാണണം. കാരണം CPMൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ സിറ്റിംഗ് സീറ്റുകളിലാണ് BJP വിജയിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭീഷണി നിങ്ങൾ വ്യക്തമായിട്ടും കണ്ണു തുറന്ന് കാണണം എന്ന ഒരു സന്ദേശമാണ് VT ബൽറാം മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം അത് കഴിയുമ്പോൾ സംസാരിക്കുന്നത് പ്രതിപക്ഷത്തു നിന്നും മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസിൻ്റെ പ്രസംഗത്തിലും സമാനമായ രീതിയിൽ BJPക്കെതിരെ രൂക്ഷമായ വിമർശനം, പ്രത്യേകിച്ചും സഭയിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ച അവരുടെ MLA V മുരളീധരൻ ഉൾപ്പെടെയുള്ളവർക്കെതിരായ രൂക്ഷമായ വിമർശനമാണ് മുഹമ്മദ് റിയാസ് ഉന്നയിച്ചത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം ഈ പറയുന്നത് പോലെ V മുരളീധരൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരാമർശം. അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കില്ല എന്നാണ് V മുരളീധരൻ പറഞ്ഞത്. അപ്പോൾ അതിനെ പരാമർശിച്ചുകൊണ്ടാണ് മുഹമ്മദ് റിയാസിൻ്റെ വിമർശനം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ V മുരളീധരൻ അങ്ങനെ പറയുന്നത് കേട്ടു, എന്നാൽ ഞങ്ങളുടെ പങ്കെന്ത്, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പങ്കെന്ത് എന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. 1913 നവംബർ 14 ആൻഡമാൻ ജയിലിൽ വെച്ച് കണ്ണീര് കൊണ്ടെഴുതിയ ഒരു കത്തുണ്ട്. അതിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിന്ന് മാറി നിന്ന് ബ്രിട്ടീഷുകാരെ സഹായിക്കാനാണ് V മുരളീധരൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എഴുതിയത് എന്നത് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതേ ആൻഡമാൻ ജയിലിൽ ഭീകരമർദ്ദനമേറ്റ് പീഡനമേറ്റവരുടെ പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ട്. അതിൽ മഹാഭൂരിപക്ഷവും കമ്മ്യൂണിസ്റ്റുകളാണെന്ന് അഭിമാനത്തോടെ പറയാൻ ഈ വേള ഉപയോഗപ്പെടുത്തുകയാണ്. ആ ജയിലിൽ വെച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഭാഗമായി രക്തസാക്ഷിത്വം വഹിച്ച മഹാവീർ സിംഗ് കമ്മ്യൂണിസ്റ്റാണെന്ന് പറയാൻ അഭിമാനമുണ്ട് എന്നിങ്ങനെ തുടങ്ങി ആ വിഷയത്തിൽ, അതായത് കമ്മ്യൂണിസ്റ്റുകൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കില്ലെന്ന V മുരളീധരൻ്റെ പ്രസ്താവനയ്ക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് മുഹമ്മദ് റിയാസ് നടത്തിയത്. അത്തരത്തിൽ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും BJPക്കെതിരെ ഒന്നിച്ചുള്ള ഒരു ആക്രമണം, ഒരു വിമർശനം ഇന്ന് സഭയിൽ ഉണ്ടായ ദിനമാണ് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം.